ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലുള്ളത് ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടങ്ങ് കാണാം. ഓക്കെ. ഇതാ സ്കൂളൊക്കെ തുറന്നു. ഇനി അങ്ങോട്ട് ഒരു ബഹളം തന്നെയാണല്ലേ വീട്ടിൽ, ഒന്നും പറയണ്ട അല്ലേ. അപ്പം സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഷോപ്രിക്സിലേക്ക് വന്നിട്ടുള്ളത്. ഈ പെൻസിലും റബ്ബറിൻ്റെ കാര്യം ഒന്ന് പറയാണ്ടിരിക്കുന്ന ഭേദം. എനിക്ക് തോന്നുന്നേ ഇവർ സ്കൂളിൽ പോയിട്ട് കഴിക്കുന്നത് പെൻസിലും റബ്ബറൊന്നോ. ഡെയിലി എത്ര എണ്ണം കൊണ്ടുപോകണേ, 3 എണ്ണം വെക്കും. തിരിച്ച് കൊണ്ടുവന്നാലായി, ഇല്ലെങ്കിൽ പോയി. അങ്ങനത്തെ അവസ്ഥയാണ് പെൻസിലിൻ്റെയും റബ്ബറിൻ്റെയും പെന്നിൻ്റെയും ഒക്കെ കാര്യത്തിൽ. ഇനി അങ്ങോട്ട് നോക്കാം. സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പെൻസിൽ എടുക്കാൻ പാടുള്ളൂ, അത് മുഴുവനായിട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്ത പെൻസിൽ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടെ ആര് കേൾക്കാനല്ലേ. ബാക്ക് ടു സ്കൂൾ പ്രമാണിച്ച് ഷോപ്രിക്സിൽ കുറച്ച് ഓഫേഴ്സെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അത് നോക്കിയിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം ഇങ്ങനെ പർച്ചേസ് ചെയ്തത്. ബാഗൊക്കെ ഇങ്ങനെ നോക്കി, ബാഗിൻ്റെ ഒക്കെ നല്ല നല്ല കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ വാട്ടർ ബോട്ടിലിൻ്റെ സെക്ഷനാണ് കേട്ടോ. വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ്, സ്നാക്സ് ബോക്സ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഈ ഒരു സെക്ഷനിലാണേ. ഞാനൊരു ടിഫിൻ ബോക്സ് വാങ്ങിച്ചായിരുന്നു, എന്തായാലും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി സമാധാനത്തിലിരുന്ന് ഒക്കെ അങ്ങോട്ട് കവറൊക്കെ പൊട്ടിച്ച് എവിടെയാണോ വെക്കേണ്ടത് അവിടെയൊക്കെ കൊണ്ടുവെക്കായിരുന്നു കേട്ടോ. ഷെൽഫിലൊക്കെ വേഗം തന്നെ അല്ലെങ്കിൽ പിള്ളേരെടുത്തിട്ട് നാശമാക്കും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഷെൽഫിലേക്ക് വെക്കുക. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ ടിഫിൻ ബോക്സ്. നോട്ടൊക്കെ സ്കൂളിൽ നിന്ന് ബുക്കിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതുകൊണ്ട് പിന്നെ എക്സ്ട്രാ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റഫ് നോട്ട് അങ്ങനെയൊക്കെ വാങ്ങിക്കണ്ടു. ഇതൊക്കെ തന്നെയാണ് വാങ്ങിച്ചത്. അല്ലറ ചില്ലറ സ്റ്റേഷനറി ഐറ്റംസ്, റബ്ബർ, പെന്ന്, നമ്മുടെ സ്റ്റാപ്ലറിൻ്റെ പിന്നൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പം അത്, ഗമ്മ്, പൗച്ചസ്, ബോക്സ്, അങ്ങനത്തെ ഐറ്റംസ്, സ്കെയില്, A4 ഷീറ്റ്സ്. ഈ ഗ്ലൂ ഗണ്ണൊക്കെ എനിക്കാണ് കേട്ടോ. ഇനി കുറച്ച് പൊതിയിടുന്ന വീഡിയോ ആയാലോ. ബുക്സൊക്കെ അന്നേ കിട്ടിയായിരുന്നു, പക്ഷേങ്കിൽ പൊതിയിടാൻ നാളെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നീട്ടി കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. ഇപ്പം എല്ലാതും ഇട്ട് കഴിഞ്ഞു. പൊതിയൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ തരുവേ, ഇവരുടെ സ്കൂളിൽ നിന്ന് തന്നെ പൊതിയൊക്കെ തരും. സ്കൂളിൻ്റെ പേരൊക്കെ വെച്ചിട്ട്. നെയിം സ്ലിപ്പിൻ്റെയും ആവശ്യമൊന്നുമില്ല, ഇതിൽ നെയിം സ്ലിപ്പ് പേരെഴുതാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ടപ്പേന്ന് പറഞ്ഞിട്ട് സ്പീഡിലിട്ട് വെക്കുക.
അപ്പോൾ ഇതാ പൊതിയൊക്കെ ഇട്ട് കഴിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി പേര് എഴുതാനുണ്ട് കേട്ടോ. 2 അള ബുക്സും പൊതിയൊക്കെ ഇട്ട് 2 സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി പേര് എഴുതാനുണ്ട്, പേരെഴുതണം. അപ്പം ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. വളരെ കുറഞ്ഞ ചേരുവകളെ ഇതിന് ആവശ്യമുള്ളൂ. 2 ഉള്ളിയാണ് എടുത്തത് ഞാൻ. 2 ഉള്ളി എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇതിലേക്ക് തക്കാളി ഇടുന്ന ആവശ്യമില്ല കേട്ടോ. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് തൈരാണ്. നല്ല അടിപൊളി തൈരാണ്. അങ്ങനെ അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. തക്കാളിയുടെ ഒന്നും ഒട്ടും ആവശ്യമില്ല. അപ്പം 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. എരിവും അങ്ങനെ അധികമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ പച്ചമുളകും നമ്മുടെ ബിരിയാണിക്കൊക്കെ ഇടുന്ന പോലെ അങ്ങനെ ഇടുകയൊന്നും ചെയ്യില്ല. അത്യാവശ്യം ഒരു 2 or 3 അങ്ങനെ പച്ചമുളകും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. കൂടുതലും കുരുമുളകാണ് കേട്ടോ. കുരുമുളകിൻ്റെ എരിവാണ് ഇതിനുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബിരിയാണി പോട്ട് എടുക്കാം. പോട്ടിൽ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് എടുത്ത് വെക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോരോ ടീസ്പൂൺ എടുക്കുക. അത് ഒരു 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പൈസസ്, അതായത് കുറച്ച് ജീരകം, ദെൻ കുരുമുളക്, പട്ട, കറാമ്പ്, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കേട്ടോ. പിന്നെ ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടിന്. ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. അതിനുശേഷം 1 കപ്പ് നല്ല അധികം പുളിയില്ലാത്ത തൈര് ഇടുക. പിന്നെ 1 പിടി മല്ലിയില ഇടുക. ആവശ്യത്തിന് ഉപ്പ് ഇടുക. പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത ഉള്ളിയും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് വെക്കുക. ഓക്കെ. കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ തന്നെ ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി. കുറച്ച് എരിവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ, അതും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് അങ്ങോട്ട് ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇത് നമ്മുടെ റൈസ് ഉണ്ടാക്കേണ്ട വെള്ളമാണ്. ഇതിലേക്ക് നമ്മുടെ സ്പൈസസ് അത് ഇട്ട് കൊടുക്കുക. അതായത് കുരുമുളക്, പട്ട, കറാമ്പ്, ഏലക്ക, പിന്നെ ചെറിയ ജീരകം. ഓക്കെ, ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് പിന്നെ 1 പിടി മല്ലിയിലയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിളക്കാൻ വെക്കുക കേട്ടോ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുതിർത്ത് വെച്ച അരി ഇടാം. പറയാൻ മറന്നുപോയി, ബസ്മതി റൈസാണ് എടുത്തത്. അതൊന്ന് ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മൾ സാധാരണ ബസ്മതി റൈസിനെ കൊണ്ട് ചോറുണ്ടാക്കുന്ന പോലെ ഊറ്റിയെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ചോറായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിൻ്റെ മേലേക്ക് ചോറ് ദമ്മിട്ട് വെക്കുക എന്നുള്ളതാണ് ഇനി പ്രോസസ്സ്. അതായത് ഫസ്റ്റ് ചോറിടുക. അതിനുശേഷം അതിൻ്റെ മേലെ നമ്മുടെ ഈ ഫ്രൈ ചെയ്ത ഉള്ളിയും കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ഒന്ന് ലെയർ ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, അట్లా സെറ്റു മേലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉള്ളതുപോലെ കാഷ്യൂ ഉണ്ടെങ്കിൽ കാഷ്യൂ ഇടാൻ, ഇല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് നെയ്യ്, ഗീ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 1 or 2 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് പാലാണ്. സാഫ്രോൺ ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. സാഫ്രോൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പം ഇച്ചിരി മഞ്ഞപ്പൊടി കലക്കിയതാണ് കേട്ടോ പാലിൽ. നല്ല റൈസിന് കുറച്ച് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അതൊരു 1 കപ്പ് ഉണ്ടാവും. 1 കപ്പ് പാലെടുത്തിട്ട് ഒന്ന് മേലോക്കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിടുക. അതിനുശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു അരമണിക്കൂർ നമ്മുടെ ഒരു തീൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുമല്ലോ. ചില സ്റ്റൗവിലെ തീ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും വേവത്തില്ല. അപ്പോൾ അത് കുറച്ചധികം ടൈം വെക്കേണ്ടി വരും. എന്തായാലും സാധാ നോർമലാണെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. സിമ്മിലാക്കിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അത് ഇങ്ങോട്ട് ഓഫാക്കാം. എന്നിട്ടൊരു 10 മിനിറ്റിന് ശേഷം തുറക്കുക. വാവ്, നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ഒന്നും പറയാനില്ല, വേറെ ലെവലാണ്. എന്തായാലും ഇത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ, നഷ്ടമാവില്ല, ഉറപ്പ്, ഞാൻ ഗ്യാരണ്ടിയാണ്. അടിപൊളിയാണ്. ഓക്കെ, ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റായ്ത്താക്കാം. നമ്മൾ തൈര് ഒഴിച്ചിട്ട്, ഇവിടെ എൻ്റെ കയ്യിൽ തൈരില്ലാത്തത് കൊണ്ട് സാദാ ഉള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ, അതൊന്ന് ഉപ്പും ഇട്ട് സിർക്കി ഇട്ടിട്ട് ഒന്ന് കുഴച്ചത്. നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന പോലത്തെ സാലഡ് ആക്കിയതാണ് കേട്ടോ. ഇതിൻ്റെ കോംബോ ആക്കിയിട്ട് വെച്ചത് അങ്ങനെയാണ്.
ഓക്കെ, അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്